Bola broval ruho kadisho. ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവന് വേണ്ടിയും അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ സഹോദരങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ.
വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പാർക്കുമോ. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആദ്യത്തെ മര്യാദ മറക്കരുത്. അതുവഴി ദേവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. തടവുകാരോടും നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിൻ. എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസന്മാർഗികളും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? പാർക്കുമോ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം അരുൾ ചെയ്തു. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവമേ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അവ അങ്ങ് വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല.
നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ശരീരം പോരുന്നു തുടയില്ല കരച്ചിൽ വിലാപം കൊണ്ടെന്താ സാധ്യം കർത്തൃശരീരം തുടയേകുമെനിക്ക് ലോകേശന്റെ സന്നിധിയിൽ മിശിഹ ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വിശുദ്ധ കുർബാനയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് നാം തിരിച്ചറിയണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ചില സന്ദേശങ്ങളാണ്. നാം നിർബന്ധമായും അത് കേട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം, നാം അത് വിശ്വസിക്കണം. നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ച അനേകരുണ്ട്, എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. നിങ്ങൾ കാണുന്നവ കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്താണ് ഈ കാഴ്ചയുടെ പ്രത്യേകത? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അവിടുന്ന് ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഒരു വലിയ വിരോധാഭാസം നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ഗ്രേഡ് നാം പരിശോധിക്കുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ തലത്തിൽ നിന്ന് ഉയർന്നുയർന്ന് അസാധാരണ ബുദ്ധിവൈഭവവും ജ്ഞാനവുമുള്ള ആളുകൾക്കാണ് അത് വെളിവായി ലഭിക്കുക. അത് സ്വാഭാവികമായ ഒരു അവരോഹണ ക്രമത്തിൻ്റെ ഭാഗമാണത്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയേക്കാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൂടുതൽ വിദ്യാഭ്യാസമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത് ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നമ്മൾ വിശദീകരിക്കാറുണ്ട്. ആത്മാവിൽ നിറഞ്ഞ കർത്താവ് സംസാരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുന്നു, അവരോട് മാത്രമായി സംസാരിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, നീ ഈ കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്ന് ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതെന്താണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം എന്നതുപോലെ കർത്താവ് അവതരിപ്പിക്കുക? വലിയ ആളുകൾ നിൽക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യേ പൈതങ്ങളെ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന, എല്ലാ സ്ഥലങ്ങളിലും ബുദ്ധിവൈഭവത്തോടെ നിൽക്കാൻ പ്രാപ്തിയുള്ളവരുടെ നടുവിലേക്കൊരു പൈതലിനെ എടുത്തുകൊണ്ടുവന്ന് നിർത്തി ഉയർത്തി പിടിച്ചിട്ട് കർത്താവ് പറയുന്നു, ഇതുപോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. സ്വർഗത്തിന് നമ്മെ പഠിപ്പിക്കാൻ ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്.
നാം എന്ത് ഗ്രഹിക്കണം എന്ന് അടയാളപരമായി ഉപമയായി അത് പറയപ്പെട്ടിരിക്കുന്നു. കർത്താവ് അത് ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചു തരുന്നു. സംതിങ് ടോട്ടലി ഡിഫറിങ് ഫ്രം ദ ഓർഡിനറി വൺ. സാധാരണത്വത്തിൽ നിന്ന് കർത്താവ് ഒരു പ്രത്യേക പാഠം നമുക്ക് നൽകുന്നു. നാം എന്ന വലിയ മദറിൻ്റെ 40-ാം വർഷം ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ നിയോഗങ്ങളൊക്കെ കർത്താവിൻ്റെ പക്കൽ വയ്ക്കുന്നു. നാം ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വ്യത്യസ്തമായ ചില ഭാവരൂപങ്ങളൊക്കെ വരുന്നു. How could we reconcile with these realities, challenging us, humiliating us, and even keeping us to the boundaries of the mainstream? മുഖ്യധാരയിൽ നിന്ന് നമ്മെ ഒരു വശത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന, പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, പരിഹസിക്കുന്ന ചില പ്രത്യേകതകൾ മനസ്സിന് നമുക്ക് വലിയ ഭാരം കൂട്ടുന്നു. നാം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗിൽ നമ്മുടെ 2 സിസ്റ്റേഴ്സ്, അവരോട് ചേർന്ന് നിന്നവര്, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞിട്ടുള്ള ആളുകൾ, അവർ കണ്ണുനീരോടുകൂടി, ഹൃദയവേദനയോടുകൂടി ചോദിക്കുന്നു, ഇത്രയും ഭാരമുണ്ടോ ക്രിസ്ത്യാനിയാകുന്നതിന്? ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വന്നല്ലോ യേശുവിൽ വിശ്വസിക്കുന്നതിന്? അവരെ കാണുന്നവർ ചോദിക്കുന്നതും ഇത് തന്നെ. ഹൗ മച്ച് വി ഷുഡ് പേ ആസ് എ പ്രൈസ് ഫോർ ബീയിങ് എ ക്രിസ്ത്യൻ? നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ച അനേകരുണ്ടോ? നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് കർത്താവ് പറയുന്നു. We are watching and we are made part of this. ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച കാര്യം ഈ വേദനയുടെ കാര്യം പറയാനാണോ? വലിയ മദറിന്റെ 40 വർഷം എന്നത് നമ്മൾ ഓർക്കുമ്പോൾ ഒരു സ്ഥലത്തെയല്ല, ഒരു വ്യക്തിയുടെ പേരിനെയല്ല, മറിച്ച് ആ വ്യക്തി സ്വീകരിച്ച ജീവിത ക്രമത്തെയാണ് നാം ഓർക്കുക. സന്യാസത്തിന്റെ പ്രതിഷ്ഠ. നാം വിശുദ്ധ കുർബാനയിലെ തുബ്ദേനില ചൊല്ലുമായിരുന്നല്ലോ, ചൊല്ലുന്നുണ്ടല്ലോ, പരീക്ഷയിലും ഞെരുക്കത്തിലുമായിരിക്കുന്നവർ. ഞാൻ തന്നെ വളരെ മുമ്പ് ഓർത്തിട്ടുണ്ട്, ആ വാക്കുകളൊന്നും ശരിയല്ലല്ലോ. പരീക്ഷയിലും ഞെരുക്കത്തിലും. പക്ഷെ ഏറ്റവും അർത്ഥവത്തായ നാളുകളിലാണ് നമ്മൾ ജീവിക്കുക. പരീക്ഷയിലും ഞെരുക്കത്തിലും യേശുവിൻ്റെ നാമം പേറുന്നവർക്ക് പരീക്ഷയും ഞെരുക്കവും. രക്തസാക്ഷികളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാസ സാക്ഷികൾ, രക്തസാക്ഷികൾ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കാണേണ്ടി വരും എന്ന് നാം ഒരിക്കലും വിചാരിച്ചില്ല. And it is happening. വലിയ മദറിന്റെ 40 വർഷം എന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ഓർക്കുമ്പോൾ ഇത് നമ്മെ സ്വാധീനിക്കുന്ന ഒരു ജീവിത സമർപ്പണത്തിന്റെ ഭാഗമാണ്. വചനമായി മാറിയ, വചനം മാംസം ധരിച്ച,
നമ്മുടെ ഇടയിൽ വ്യാപരിച്ച, നമ്മുടെ ഇടയിൽ മനുഷ്യരൂപത്തിൽ നടന്ന, മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു കർത്താവിൻ്റെ ഈ സാമീപ്യം, രക്തസാക്ഷിയായുള്ള സാമീപ്യം, പീഡ ഏറ്റുവാങ്ങുന്നവനായുള്ള സാമീപ്യം, കാരാഗ്രഹത്തിലായിരിക്കുന്നവനായുള്ള സാമീപ്യം. പൗലോസ് കാരാഗ്രഹത്തെ വെച്ച് ലേഖനം എഴുതുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കാരാഗ്രഹത്തിൽ യേശുവിനെ പ്രതി ആയിരിക്കുന്നതിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വേദന. ജസ്റ്റ് ബിക്കോസ് they bear the name of Jesus Christ, യേശു കർത്താവിൻ്റെ പേര് അവരുച്ചരിക്കുന്നു, അവർ യേശു കർത്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു, ക്രിസ്ത്യാനി എന്നവർ വിളിക്കപ്പെടുന്നു. നമ്മളിന്ന് ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഈ ഒരു അനുസ്മരണം, വലിയ മദർ ഏത് ജീവിതത്തിനായി വിളിക്കപ്പെട്ടുവോ ആ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ചില സാക്ഷ്യങ്ങളുടെ അടയാളത്തിലാണ്. It is not simply that we are commemorating a person, but we are celebrating a life commitment to the gospel. സുവിശേഷത്തിന് അടിയറ വെച്ച ഒരു ജീവിതത്തിൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള 40 വർഷത്തെ, സ്വർഗത്തിലുള്ള 40 വർഷത്തെ ഒരു കാലഘട്ടത്തെ പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്. And also to take a new promise that we will continue to be the bearer of Jesus' name till our last breath. അവസാന ശ്വാസം വരെ യേശു കർത്താവിൻ്റെ നാമം ഞങ്ങൾ സ്വീകരിച്ചിരിക്കും എന്ന് കർത്താവിനോട് പറയുന്ന ഒരു സമയം കൂടിയാണ്. സന്യാസ ജീവിതത്തിലേക്ക് വലിയ മദർ വന്നത് പ്രത്യേക കാലഘട്ടത്തിലാണ്. മദറിനെ സംബന്ധിച്ചും സന്യാസ ജീവിതത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകതയുള്ള ഒരു കാലത്താണ് മഠത്തിലേക്ക് മദർ മേരി വരിക, സന്യാസ പരിശീലനം സ്വീകരിക്കുക. It is totally a symbolic, and it is as part of the saving act of God in His church. ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ നടക്കേണ്ടുന്ന രക്ഷാകര പ്രവൃത്തികളുടെ തുടർച്ചയാണ് സഭയിൽ നടക്കുന്ന എല്ലാ അപ്പസ്തോലിക ശുശ്രൂഷകളും. അതിൻ്റെ ഭാഗമായാണ് മദർ മലങ്കര സഭയുടെ സന്യാസ ജീവിതത്തിൻ്റെ തുടക്കക്കാരിയാകുന്നതിന് സ്വർഗം സമ്മതിച്ചത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അതർവൈസ് how could someone come from that faraway place to this new Christian way of life? മദറിനെ സംബന്ധിച്ചും മദറിൻ്റെ കുടുംബക്കാരെ സംബന്ധിച്ചും ആ ദേശത്തെ സംബന്ധിച്ചും അത്ര പരിചിതമല്ലാത്ത ഒരു സഭാജീവിത ക്രമത്തിലേക്ക് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്ന് അക്കാലത്ത് കടന്നു വരിക എന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമല്ല. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മടത്തി വന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു, അതുകൊണ്ട് ഞങ്ങളെല്ലാം സിസ്റ്റേഴ്സായി, സന്തോഷം. മദറിനെ നമ്മൾ ഓർക്കുന്നു. There is an explanation that anybody can give from outside. സംഭവിച്ചത് എന്താണ്? ഈ സഹോദരി ഈ ദൂരസ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന മലങ്കര സഭയുടെ ഈ സഭാജീവിത ക്രമത്തിലേക്ക് പ്രവേശിച്ച് പുതിയ പ്രേഷിത ചൈതന്യത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് പൂർണ്ണമായി Here I am, Lord, tell me, I will follow you.
അങ്ങ് കൽപ്പിച്ചാലും ഞാൻ ഇതാ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന സമർപ്പണ ഭാവത്തിൽ മുൻപോട്ട് പോയപ്പോൾ സ്വർഗം ഇതിൽ സംപ്രീതനായി എന്നതാണ് നാം അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ടത്. സ്വർഗം ഇത് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് അത്ഭുതം. Not simply because of the number, because of your apostolic witnessing in various parts of the world. അനേക ഇടങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറയാൻ സ്വർഗം നിയോഗിച്ചിട്ടുള്ളവരിൽ ഈ സന്യാസ പ്രതിഷ്ഠ നടത്തിയ നിങ്ങൾ ഉൾപ്പെടുന്നു. And that is the greatest acceptance. നമ്മളെ ആരെങ്കിലും മാലയിട്ട് സ്വീകരിച്ചോ എന്നതിലല്ല. നമ്മുടെ ജൂബിലിക്ക് 25 വർഷമായപ്പോൾ 25 മെഴുകുതിരി നമ്മുടെ ദേഹത്ത് കെട്ടിവെച്ചു എന്നതിലല്ല. നമ്മെ മാലയിട്ട് സ്വീകരിച്ച് നമ്മളിരുന്ന മഠങ്ങളിലെല്ലാം കൊണ്ടുപോയി എന്നതിലല്ല. സ്വർഗം നിങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിച്ചു എന്നത് വെളിവാക്കുന്ന ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് സന്യാസത്തിൻ്റെ സ്ഥിരീകരണമായി ഞാൻ കാണുക. This is the happiest moment in our life to tell the Lord, Lord, we are very glad to see that you have accepted us. കർത്താവേ, നീ ഞങ്ങളെ സ്വീകരിച്ചു എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം. കർത്താവ് മാലാഖമാരെ അല്ലല്ലോ വിളിച്ച് മടത്തി ചേർത്തത്, ഇപ്പോഴും അന്നും ആണോ? ഞാനെന്തോ തെറ്റ് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ മുഖത്ത്. കേൾക്കാത്തതുകൊണ്ടായിരിക്കും, കണ്ണു തുറന്നിരിക്കുക. മാലാഖമാരെ അല്ലല്ലോ, നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ഓരോ സഹോദരിമാരെ, ഓരോ മക്കളെ, പെൺമക്കളെ വിളിച്ച് പരിശുദ്ധാത്മാവ് ഈ ഒരു സഭാ ശുശ്രൂഷ ക്രമത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ വിശുദ്ധീകരിച്ച് സുവിശേഷത്തിൻ്റെ കാവൽക്കാരായി അനേക ഇടങ്ങളിലേക്ക് അയച്ചപ്പോൾ, നിങ്ങളത് പങ്കുവെച്ചപ്പോൾ, ചെറുതും വലുതുമായ നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെ സന്തോഷത്തോടെ നിങ്ങളത് നിവൃത്തിയാക്കിയപ്പോൾ സ്വർഗം നമ്മുടെ പിന്നാലെ നടന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് ദ ഫാക്ട്. ഇഫ് യു ബിലീവ് സേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 22 പേരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ബാക്കിയുള്ളവർ മിണ്ടിയിട്ടില്ല, അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ അവർ പറഞ്ഞത് കേൾക്കാത്തവർക്ക്. അപ്പോൾ നമ്മെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരാൻ. ബട്ട് ഹി ഈസ് ഫോളോയിങ് us, blessing, continuously encouraging us and confirming us. സ്വർഗം നമ്മളെ സ്ഥിരീകരിക്കുന്നു എന്നതിനേക്കാൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് മഹത്വമാണ്. ആ ദുർഗില 2 സഹോദരിമാരവിടെ ഇപ്പൊ ജാമ്യം കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത്ര രാവിലെയൊന്നും പെട്ടെന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല. സാധിക്കുന്നിടത്തോളം താമസിപ്പിക്കുമല്ലോ. അതാണല്ലോ നമ്മുടെ നാട്ടിലെ നീതി. പ്രത്യേകിച്ച് കുറ്റം ചെയ്യാത്തവർക്ക് ഒരു ദിവസം എക്സ്ട്രാ പണിഷ്മെന്റ് കിട്ടുമല്ലോ. അതെന്തുവാകട്ടെ, അതിൻ്റെ സമയം എന്തുവാകട്ടെ, അവരുടെ മനസ്സിൽ അവരെ പ്രത്യാശയോടെ നിർത്തുന്ന എന്ത് കാര്യമാണ് ഉള്ളത്? വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയുടെ ഒരു ഗ്രാമത്തിൽ ഒരു സിസ്റ്റർ ഗ്ലാഡിസ് ഇതുപോലെയല്ല, സമാനതകളില്ലാത്തതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ അവിടെ ചെന്ന് ഈ സഹോദരിയെ കണ്ടപ്പോ ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടത്, ഞാൻ പഴയ കാലങ്ങളിലെ വല്യമ്മച്ചിമാരുടെ മുഖത്ത് നോക്കുമ്പോഴുള്ള ഒരു സന്തോഷം. എന്താ പഴയ കാലം എന്ന് ചോദിച്ചത് ഐശ്വര്യത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ മുഖം ഞാൻ ഓർത്തു. ആ സഹോദരി പറഞ്ഞു, നത്തിങ് ടു വറി എമിനൻസ്, നത്തിങ് ടു വറി, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ അഗെയിൻ. ഒന്നും സങ്കടപ്പെടാനില്ല, പക്ഷെ ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്.
അത് ബന്ധപ്പെട്ടവരോട് പറയണം. And what made her to say like that? അങ്ങനെ പറയാൻ ആ സഹോദരിയെ പ്രേരിപ്പിച്ച ഘടകത്തിന്റെ പേരാണ് സന്യാസ പ്രതിഷ്ഠ. മദർ മേരിയുടെ 40 വർഷം എന്ന് നമ്മൾ ആഘോഷിക്കുന്ന സന്യാസ പ്രതിഷ്ഠ. And that gives us great joy. ചെറിയ കാര്യത്തിൽ സന്യാസം വേണ്ട എന്ന് പറയുന്നവരുടെ മുമ്പിൽ കൊലയ്ക്ക് കൊടുക്കപ്പെട്ട ആട്ടിൻകുട്ടിയെ പോലെ ആനയിക്കപ്പെടുന്നവരുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, our worry is simply nothing. നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പരിദേവനങ്ങൾ മാത്രമാണ്, ദുഃഖമേ അല്ല. കൊലയ്ക്ക് കൊണ്ടുപോകപ്പെട്ട ആളുകൾക്ക് ഒന്നും അവശേഷിക്കുന്നില്ല. കർത്താവ് തള്ളിക്കളയുകയില്ലെന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ? അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ല. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പോകുമ്പോൾ മദർ മേരിയെ കുറിച്ച് ജീവചരിത്രം മുഴുവൻ എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വിവരിച്ച് വായിച്ച് കേൾപ്പിക്കാം. അതല്ല. And what is Mother Mary for us today in our religious life? And that is the most striking point. മദർ മേരിയെ കുറിച്ച് ജീവചരിത്രം വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാവും. The context in which she joined the convent. How could she continue to live as a religious in the Malankara church, forgetting all what has been granted to her in the past, in the family and the surrounding liturgical tradition and of her own church. അതെല്ലാം വിട്ട്, ഗ്രാമം വിട്ട്, മനസ്സിൽ ബലം നൽകിയിരുന്ന ദൈവവിശ്വാസം ഒഴികെ ബാക്കിയെല്ലാം വിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് വന്ന് ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിച്ചപ്പോ ആ അമ്മയ്ക്ക് മാത്രമല്ല, അമ്മ വഴി ഒരു സഭയ്ക്കും അനേക തലമുറകൾക്കും ഉണ്ടായ വ്യത്യാസം. അതാണ് സന്യാസം. ആ സന്യാസത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രധാന പ്രമേയം. നിന്റെ രാജ്യത്ത് നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുത്, നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ വിരോധിക്കരുത്, ഞങ്ങളെ എടുത്തു മാറ്റരുത്. ഞങ്ങൾക്ക് നിന്റെ സ്നേഹം, നിന്റെ കരുണ എന്നും വേണം. കുറവുകളുള്ളവരെങ്കിലും ഞങ്ങൾ മുടന്തി എഴുന്നേറ്റ് നിന്ന് നിന്റെ കരം പിടിച്ച് പറയും, നീയാണ് ഞങ്ങൾക്കെല്ലാം. You are our hope and you alone is our hope. നീ മാത്രമാണ് ദൈവം, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ കുർബാനയിൽ നമുക്ക് ആ ദുർഗയിലെ 2 സഹോദരിമാരെയും കൂടെ പോയ മറ്റ് സഹോദരിമാരെയും കുടുംബങ്ങളെയൊക്കെ ഒന്ന് ഓർക്കാം. അവരെ ഈ കുർബാനയിൽ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് കർത്താവ് സഹായം കൊടുക്കട്ടെ. അവരെ കാണാത്ത ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. പക്ഷെ രോഗങ്ങളും വേദനകളും പീഡനങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകുമെന്ന് അവിടുന്ന് മുൻകൂട്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ജാഗരൂകരായിരിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞത്, all these trials will come to you. ആ സമയത്ത് ഞെട്ടിപ്പോകരുതെന്ന്. You should be prepared. And you are in a safe world if you think that is not correct. ലോകം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിട്ടുപിരിയാത്ത ഈ ബന്ധം, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ, വാളിനും പട്ടിണിക്കും രോഗത്തിനും അപകടത്തിനും ഒന്നിനും വേർപിരിക്കാനാവാത്തതുപോലെയുള്ള ആത്മബന്ധം കർത്താവുമായി സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്നതിന് ഈ 40 വർഷത്തിൻ്റെ സ്മരണ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ഈ വിശുദ്ധ ബലി, അതിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. നമ്മുടെ ദൈവ വിളികൾ വർദ്ധിക്കുവാൻ ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും
നമുക്ക് ആത്മസന്തോഷം വർദ്ധിക്കാൻ ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ അപ്പത്തിൻ്റെ മുമ്പിൽ നമ്മൾ മണിക്കൂറുകൾ കണ്ണുകൾ വിടർത്തി നിൽക്കുമ്പോൾ അപ്പത്തിൻ്റെ കാഴ്ചയല്ല, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൻ്റെ വലിയ ദൈവം, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അതിനാഥൻ നമ്മുടെ മുൻപിൽ ബലഹീനമായ നമ്മുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ നാം വിചാരിച്ചു പോവും, നമ്മുടെ കരത്തിൻ്റെ ബലമാണ് ഈ അപ്പത്തെ താങ്ങി നിർത്തുന്നത്. ഈ അപ്പം മുറിച്ച് ചെറിയ കഷണമായാലും അതിനെ തൊടുവാൻ ത്രാണിയില്ലാത്തവരാണ് നമ്മളെന്ന് ഓർക്കുക. സന്യാസ പ്രതിഷ്ഠയുടെ വലിയ ശക്തി ഈ കുർബാനയുടെ മുമ്പിൽ നിന്ന് കൃപ പ്രാപിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം അകത്തോലിക്കനായ ഒരു മേലധ്യക്ഷൻ പറഞ്ഞു, മദർ തെരേസയുടെ ചാപ്പലിൽ പോയി മദറിനെ കണ്ട കാര്യമൊക്കെ പറഞ്ഞു. സർവശക്തിയും സ്വീകരിച്ച ഒരിടത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും, നമുക്ക് നമ്മുടെ സ്കൂളിൽ ബെഞ്ചില്ല, ഡെസ്കില്ല, മറ്റേ സ്കൂളിലെ പോലെ നമുക്ക് AC ഇല്ല, ഫാനില്ല, ഇതൊന്നും പറഞ്ഞ് സമയം കളയരുത്. ഇതൊന്നും അവിടെ കേൾക്കാൻ സമയമില്ല. നമുക്ക് പറയേണ്ടത്, ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം പോരാ കർത്താവേ, ഞങ്ങളുടെ ആത്മാവ് നിറയെ സന്തോഷം വർദ്ധിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം എല്ലാം ലഭിക്കും. ആ സന്തോഷത്തിൽ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആ സഹോദരിമാര്, ഞങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, എന്നെ സന്ദർശിച്ചു. പങ്ങമൂട്ടിലെ ഈ പ്രൊവിൻഷ്യൽ ഹൗസിലെ ഈ ദൈവിക സങ്കേതത്തിൽ നാം വലിയ മദറിൻ്റെ ഓർമ്മയ്ക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ ദുർഗിലെ ആ കാരാഗ്രഹത്തിൽ ആയിരിക്കുന്ന സഹോദരിമാർ നമ്മോടൊപ്പം ഈ വിശുദ്ധ മദ്ബഹായിൽ ഈ ത്രോണോസിനോട് ചേർന്ന് നിൽക്കുന്നത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ സമൂഹത്തിൻ്റെ മേൽ, ഈ സന്യാസ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകുവാൻ പ്രത്യേകം നിയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മരിച്ചുപോയ സഹോദരിമാരെയും സിസ്റ്റേഴ്സിനെ, ആരംഭകാലത്തെ മദർമാരെയും, നമ്മുടെ ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ള എല്ലാ ജനറൽമാര്, പ്രൊവിൻഷ്യൽമാര്, ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തവരെ, ആരും പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന സ്ഥലത്ത് ധൈര്യത്തോടെ മദറെ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്ന് അവിടെയെല്ലാം കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകിയ അനേകം സഹോദരിമാര്, രാജ്യത്തിൻ്റെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിലും ധൈര്യത്തോടെ സുവിശേഷത്തിന് കാവൽ നിൽക്കുന്ന നിങ്ങൾ, സ്വർഗത്തിൽ മാലാഖമാരോട് ചേർന്ന് നിൽക്കുന്നതിന് സ്വർഗം ആഗ്രഹിക്കുമ്പോൾ ആ കൃപയെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Barkimor Samangalo നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദിന്റെ പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോകുൽ തായിൽ വച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാവുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് സ്തുതി.
ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കിമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിസ്തരസങ്ങളുടെ മുമ്പാകെയും ധൂപർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാനുഗ്രഹങ്ങളാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിക്കണമേ. കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥ മിശിഹാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപവിമോചകനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും കോപത്തിന്റെ ദണ്ഡനങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവാധിദൈവമേ, കർത്താവേ, നിന്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുന്നു. നിന്റെ ദർശനത്തിൽ ആത്മമയന്മാർ ചഞ്ചലപ്പെടുന്നു. ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികളിൽ ഭീതി ഉളവാക്കുന്നവനുവേ, തിരുമുൻപാകെ ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപ്പന്മാരുടെ സ്ഥാനത്ത് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്യ രഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുൻപാകെയും വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശയിൽ വെടിപ്പോടെ ശുശ്രൂഷിപ്പാൻ നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. അങ്ങേ പരിശുദ്ധ റൂഹായെ അയക്കണമേ. ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും അങ്ങ് ശുദ്ധീകരിക്കണമേ. നിർമ്മലവും പ്രീതികരവുമായ ബലികൾ അങ്ങേക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കണമേ. മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും. ഹോശോ വബുകുലസ്മാൻ ലോൽമീൻ. കർത്താവേ, ശുശ്രൂഷകളെയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Menaleohone kabel husoyo habe shubkono dato he badraihunul melolem ulmin. Amen. Ene abda mahila hato ene unimar kadish abo kadishom. Kadish bro kadishom. Amen. Kadish ruho hayo kadishom. നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മാത്രമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും ഇന്നും എന്നേക്കും മനസ്സലിവ് തോന്നി ബലഹീനനും പാപിയുമായ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ബത്രൈഹുനുൽ മേലോലം ഉൽമീൻ. വിജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധമായി നിന്നും ദൈവമാതാവായ വിശുദ്ധമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂപായിനും കാതോലികവും സൈനികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ബാർക്കിമോർ സ്തോമൻഗാലോ കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്ലോമോ ലക്കുൽ കൂൻ. ബാർക്കിമോർ നമ്മുടെ ദൈവം
പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ, ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ളതിലെ സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശീഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാപികളായ ഞങ്ങൾക്കു വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലോലം വൽമീൻ. പ്രകാരത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായതിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലോലം വൽമീൻ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ ഇനി വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തു. നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് ഹേതുവായി നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപത്തോടെ അപേക്ഷിക്കുന്നു. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസരായ ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ പ്രതിയും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാരക്കുമോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂപ സ്വർഗമാകുന്ന ഒരുങ്ങിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനമേലാവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധ
ഗാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങൾ നിത്യജീവന യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു വഹിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ലേവനാലാമന്മാർ പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവൻ പിതാവും മേജർ ഭദ്രാസനത്തിന്റെ മേലക്ഷണമായ മോറാൻ മോർ ബസേലിയോസ് ക്ലീമിയസ് കാതലിക്കാബാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശീഷന്മാർ, ശംഭാഷന്മാർ, ദേദാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യത്തോടെ കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യ ഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനയുക്തരാക്കി തീർക്കണമേ. അസൂയാളുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ, സ്ലീഹന്മാർ, പ്രസംഗകർ, എവങ്കേലിസ്തന്മാർ, സഹദേന്മാർ, മോദനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ചേർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സുഖരാത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രൻ അല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാൻ അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങൾ പൗരം ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മരിച്ചുപോയവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ അങ്ങേ തിരുനാമം ഞങ്ങളുടെ കർത്താവേ ശിംശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തോടുകൂടെ സകലത്തിലും വന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതിയും ചെയ്യുന്നു. ശ്ലോമോ ലക്കുൽ കൂൻ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. റഹ്മൗദാലുഹു റാബോ ഫുറുഖുദിലാൻ യേശുമശിഹു അംഗുൽ ഖുനാഹായിലുൽ മീൻ. ആ
പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവാം ദൈവമേ, വിനയപൂർവ്വം ഉച്ചത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിസ്തരങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോട് കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിയും അന്ത്യവും ഇല്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോട് നാം സൂക്ഷിക്കണം. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. നിന്റെ കരുണയാൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായത് ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ.
മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലിത്തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ടു ഒന്നിച്ചേകുമവർ ആശ്വാസം പുത്രൻ ദൈവം മുറിയോരാഹി ആലയുവാദാവേ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വിശുദ്ധ കുർബാനയിൽ വലിയ മദറിൻ്റെ ഓർമ്മയ്ക്ക് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കാരുണ്യവും അവിടുത്തെ പ്രത്യേക അനുഗ്രഹങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. വന്യനായ മോൺസിഞ്ഞോർ കുഴിഞ്ഞാലിലച്ചൻ, ഈ സമൂഹത്തിൻ്റെ പ്രാരംഭ അംഗങ്ങളായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്നുവരെയുമുള്ള നമ്മുടെ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം ഈ സമൂഹത്തിൻ്റെ വിവിധ ശുശ്രൂഷകളിൽ ഉൾച്ചേർന്ന് സഭയെ ബലപ്പെടുത്തിയ കടന്നുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും ഈ സമയം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ പരേതരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് വിശേഷവിധിയായി ഓർക്കാം. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഈ കുർബാനയിൽ ഓർത്ത് നമുക്ക് അവർക്ക് വേണ്ടി അപേക്ഷിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുണ്യനരുടെ നാൾകളവോ ഹല്ലേലൂയ, പൂക്കും തിരുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശുഭോലാബോല ബ്രോവൽ റൂഹോ കാദീശോ, ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനി ജീവസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായിക്കാം സ്തൗമൻ കാലസ് കുറിയേലായിസോ. ഉയരേക്കുന്നോൻ രാജാ, ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷി ചെമ്പിക്തം പാരം ചെയ്യുമോ. പാതാളത്തിൽ പോകാനായി വീടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേക്ക് മരിച്ചതു ഞാൻ. എന്നും കർത്താൻ തന്നരുളിന്നു മഹത്വം മുറിയോരാകെ പാളയുവാതാരേ. മരമതിനുയരെ കർത്താവേ, കള്ളരു കിട്ടിയതിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാപുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ.
ഉത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിൻ്റെ പുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പുണ്യം ഇറങ്ങുമാറാകണമേ. നീക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അദൃശ്യമായ അവിടുത്തെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. മൊറൻ വാലോഹാൻ ലവൽമീൻ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഈ പരിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും അവയിൽ താല്പര്യത്തോടുകൂടെ സംബന്ധിക്കുന്ന എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ബദ്രൈഹുൻ ഒൽമേലോലം ഒൽമീൻ. യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. കർത്താവിവരെ നിയമേ
ശുഭഹോലോക് 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 മാറാനേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങ് തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ അങ്ങ് തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കോ ഞങ്ങളുടെ മേലുള്ള പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവാം ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആചാര്യന്മാർ നീതിജ്ഞന്മാർ പീഡിത സഹദേർ ദ്രോഹം കയ്യേറ്റോരാമൗദ്യ നന്മാരിവരും സത്യനിദേശം സഭയിൽ പോറ്റി പാഷണ്ഡതയെ പായിച്ചോരാം മൽപ്പാന്മാരും പ്രാർത്ഥിക്കട്ടെ. ശുചിയാക്കണമേ മലിനതയെല്ലാം തിരുസോപ്പായാൽ ഓർക്കരുതേ എൻ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം തിങ്ങും ലോകനിവാസം വിട്ടോർക്കെല്ലാം ശോഭനമാകും ശാശ്വതഗേഹേ ഏകുകമോദം ഈരയരാ
ശ്ലോമോ ഹായു ഹബീബായി സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂസ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.